ആരാ? വിഷ്ണു. ഉറങ്ങാണെന്ന് തോന്നുന്നു. വിളിക്കാം. ആര് വന്നു പറയണോ? എന്റെ പേര് രാഗിണി എന്നാണ്. പറഞ്ഞ വിഷ്ണു അറിയും. ആ, കയറിയിരിക്കെ. വിഷ്ണുവിന്റെ ചേച്ചിയാണല്ലേ? അല്ല, ഭാര്യയാണ്. അല്ല, ഭാര്യയാണ്. കുട്ടേട്ടാ, 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 നേരെ എത്രയെന്നറിയാമോ? കുട്ടേട്ടാ, എന്തൊരു ഉറക്കായത്! എങ്ങനെയുണ്ടോ? എന്തായി കാണിക്കുന്നത്? നാണല്ലോ. ശൃംഗരിക്കാൻ കണ്ടൊരു പ്രായം. ദേ, കാണാനൊരാള് വന്നിട്ടുണ്ട്. പോയി പണി നോക്കാൻ പറ. 3-4 ദിവസം സ്വസ്ഥമായിട്ട് ഭാര്യയുടെ കൂടെ കഴിയാന്ന് വെച്ചപ്പോ ഇവിടെയും വരും ശല്യങ്ങൾ. എന്റെ സീത, നീ എന്തിനാ ഞാനിവിടെ ഉണ്ടെന്ന് പറയാൻ പോയത്? ഒരു പെൺകുട്ടിയാ. ഏത് പെൺകുട്ടി? രാഗിണി എന്നാ പറഞ്ഞേ. രാഗിണിയോ? ആ. ഏത് രാഗിണി? ജോലി അല്ലെങ്കിൽ സംഭാവന ആയിരിക്കും. ഈ നശൂലങ്ങൾക്ക് ഓഫീസ് വന്നാ പോരെ, വീട്ടിൽ വന്ന് സ്വൈര്യം കെടുത്തണോ? നാശം. എന്തെങ്കിലും അത്യാവശ്യം കാണും. ഒന്ന് പോയി നോക്കുന്നേ. ആ, നീ പോയി കാപ്പി എടുത്തുണ്ടോ? ഈശ്വര, പരീക്ഷിക്കരുതേ. ഗോപാല, ആ സാധനം എങ്ങോട്ട് പോയി? സാധനോ? നീ കണ്ടില്ലേ? ആ പണ്ടാരം ഇവിടെ അന്വേഷിച്ച് വന്നിരിക്കുന്നു. ഏത് പണ്ടാരം? ഓ, അത് ശരി. കണ്ണേ കരളേന്നൊക്കെ പറയുന്നതിന്റെ പര്യായാണോ പണ്ടാ? എനിക്ക് പ്രാണവേദന, പൂച്ചയ്ക്ക് തമാശ. വല്ല പ്രശ്നം ഉണ്ടാകണേ തടുത്തോണേ. നിനക്ക് ഞാൻ പുതിയൊരു ഷർട്ടും പാന്റും വാങ്ങിച്ചരാം. വാക്ക് പറഞ്ഞ വാക്കായിരിക്കും. കുട്ടേട്ടാ, കുട്ടേട്ടാ, ആ കുട്ടി പോയോ? ഏത് കുട്ടി? നീ വല്ല സ്വപ്നവും കണ്ടതായിരിക്കും സീതേ. ഇവിടെ വന്ന് നോക്കിയപ്പോ ഒരു കുട്ടിയുമില്ല, ചട്ടിയുമില്ല. ആ കുട്ടി ഇവിടെ ഇരിക്കാൻ പറഞ്ഞിട്ടാ ഞാൻ അകത്തേക്ക് വന്നത്. രാഗിണി എന്ന് പറഞ്ഞ കുട്ടേട്ടനെ അറിയുന്നു. വെളുത്തിട്ട് കാണാൻ നല്ല തറവാടിത്തുള്ള കുട്ടിയാ. 10-22 വയസ്സേ ഉള്ളൂ. നീ അറിയോടാ? ഏയ്, വല്ല കള്ളികളുമായിരിക്കും. ഇപ്പൊ പല വേഷത്തിലും പേരിലും നല്ല തറവാടത്തുള്ള കള്ളികൾ ഇറങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച മറ്റേ ആ തമിഴന്റെ വീട്ടില് ഇതേപോലെ തറവാടത്തുള്ള ഒരു സ്ത്രീ പേരും നാളും ഒക്കെ പറഞ്ഞു വന്നതാ. കുറച്ച് കഴിഞ്ഞപ്പോ TV ഇല്ല, ടേപ്പ് റെക്കോർഡറും ഇല്ല. കയ്യിൽ ഒതുങ്ങിയതൊക്കെ അടിച്ചോണ്ട് പോയി. ഇക്കാലത്ത് സ്വന്തം ആൾക്കാരെ പോലും വിശ്വസിക്കരുത് ചേച്ചി, അല്ലേ സാറേ?